ഹേ ഗായ്സ്, ഞാൻ പിന്നെയും വന്നു. ജാബി അലോൺസോയുടെ പുതിയ മാനേജർ പാക്ക്, കിഡിലെ ഒരു എപ്പിക് ആൻഡ് ഷോർട്ട് ടൈം പാക്ക്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ട്രഷർ ലീഗിൻ്റെ തിരിച്ചുവരവ്. ഇതിൻ്റെ എല്ലാ ഇടയിൽ കൊണാമി നമുക്ക് പുതിയൊരു നോമിനേറ്റീവ് പാക്ക് കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ മിഡ് സീസൺ MVP പാക്ക്. എല്ലാ സീസണിലും അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ തന്നെയാണ് ഈ ഒരു പാക്കിൽ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇത്തവണ അങ്ങനെ തന്നെയാണോ നമുക്ക് നോക്കാം. സോ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യണം, നേരെ വീഡിയോയിലേക്ക് പോകാം. ഫോർ സ്റ്റാർസ് എന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ അയാസെ യുവേഡ, പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് അറിയില്ല, ഒരു ഗോൾ പോച്ചറാണ്. അത്യാവശ്യം വന്ന സ്കിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു 4 സ്റ്റാറിന് കൊണ്ട് സ്റ്റാറ്റ്സും കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് അത്യാവശ്യം സാറ്റിസ്ഫൈങ് ആണ്. കാരണം ഒരു 90-ൽ താഴെ സ്പീഡും കിക്കിംഗ് പവർ ഒക്കെ വരുന്ന ഒരു CFന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ പെർഫോമൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെയാണ് ആൾ കളിക്കുന്നതും. പിന്നെ ജാപ്പനീസ് പ്ലെയർ ആയതുകൊണ്ട് സ്ക്രിപ്റ്റിങ്ങിന്റെ ചെറിയ അഡ്വാൻറ്റേജും ഈ ഒരു കാർഡിന് കിട്ടാൻ പോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ്. അടുത്തത് ഇഗോർ തിയാഗോ. ഈ ഒരു കാർഡിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, കാരണം എനിക്ക് അത്രത്തോളം കളിപ്പിച്ചത് സെറ്റായിട്ടില്ല. ഈ ഒരു പ്ലേസ് സ്റ്റൈൽ അധികം കളിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് മെക്കാനിസം അറിയില്ല. അത്യാവശ്യം ക്രോസിനൊക്കെ ഹെഡ് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ കളിപ്പിച്ച് നോക്കേണ്ടവർക്ക് കളിപ്പിച്ച് നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു കാർഡ് ചുമ്മാ സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി 5 സ്റ്റാറിലേക്ക് വരികയാണെങ്കിൽ മൈൽസ് ലിവാർ, ഒരു അറ്റാക്കിംഗ് ഗോൾ കീപ്പർ ആണ്. അത്യാവശ്യം സ്റ്റാറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഹൈറ്റും ഉള്ള ഒരു കാർഡ് തന്നെയാണ്. പെർഫോമൻസ് വൈസ് എനിക്ക് അത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടില്ലെങ്കിലും ചിലപ്പോൾ അടുത്ത അപ്ഡേറ്റിലൊക്കെ കളിച്ച് സെറ്റാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ഗോൾ കീപ്പർ അങ്ങനെ ഫസ്റ്റ് തന്നെ ഒരു നല്ലൊരു ഇംപ്രഷൻ ഒന്നും തരുന്നില്ല. സോ നിങ്ങൾക്ക് കളിപ്പിച്ച് നോക്കാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ് ഈ ഒരു കാർഡ്. അടുത്തത് ആൽവാരോ കരേറാസ്. ആക്ച്വലി ഈ ഒരു കാർഡിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ്. കാരണം നോറ്റാണ് ഈ ഒരു കാർഡ് എന്റെ കൈ കിട്ടിയിട്ടുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഫുൾ ബാക്കിന് വേണ്ടുന്ന ഡിഫൻസീവ് സ്കിൽസ് ഒന്നും ഈ ഒരു കാർഡിന് കൊടുത്തിട്ടില്ല. പെർഫോമൻസ് വൈസ് ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് നിൽക്കുന്ന ഒരു കാർഡായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം അധികം ഡിഫൻസീവ് സ്കിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. സ്റ്റാറ്റ്സ് വൈസും അത്ര വലിയ ഒരു സ്റ്റാറ്റ്സ് ഒന്നും ഈ ഒരു കാർഡിന് കൊടുത്തിട്ടില്ല. എന്തായാലും അത്യാവശ്യം ട്രെയിൻ ചെയ്ത് അത്യാവശ്യം സ്കിൽസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഈ ഒരു കാർഡിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം. അടുത്തത് ഗ്രാനിറ്റ് ചാക്ക, ഒരു ഓർക്കസ്ട്രേറ്റർ കാർഡാണ്. മുമ്പ് വന്നിട്ടുള്ള ഒരു പ്ലെയർ ഓഫ് ദി വീക്ക് ബോസ്റ്റോസ് കാർഡ് ഞാൻ പലപ്പോഴായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു കാർഡിന്റെ കേസ് പറയുകയാണെങ്കിൽ ഡിഫൻസീവ് സ്റ്റാറ്റ്സ് അത്ര പോരാ, പക്ഷെ പാസിംഗ് ഒക്കെ 90+ ആണ്. മാത്രമല്ല വേണ്ടുന്ന സ്കിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാക്കിൽ 1 ടച്ച് പാസ് കിട്ടിയില്ല ഒരേ ഒരു മിഡ്ഫീൽഡ് കാർഡാണ് ചാക്കയുടെ ഈ ഒരു കാർഡ്. സോ ഈ ഒരു കാർഡിനെ പറ്റി എനിക്ക് അങ്ങനെ ഒരു മോശം അഭിപ്രായമൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് ഓർക്കസ്ട്രേറ്റർ കളിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കളിപ്പിച്ച് നോക്കാൻ പറ്റുന്ന ഒരു കാർഡാണ് ഷാക്കയുടെ ഈ ഒരു കാർഡ്. അടുത്തത് മോയിസസ് കൈസഡോ. ആസ് യൂഷ്വൽ ഒരു ബോക്സ് ടോസ് കാർഡാണ് വന്നിട്ടുള്ളത്. ഡിഫൻസീവ് സ്റ്റാറ്റ്സ് ഒക്കെ പക്കയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിലുള്ള സ്കിൽസ് ഒന്നും കൊടുത്തില്ല. പ്രത്യേകിച്ച് ഒരു മിഡ്ഫീൽഡർക്ക് വേണ്ടുന്ന യാതൊരു സ്കിൽസും കൊടുത്തിട്ടില്ല. 1 ടച്ച് പാസ് ഇല്ല, ത്രൂ പാസ് ഇല്ല, വെയിറ്റഡ് പാസ് ഇല്ല, ലോ ലോഫ്റ്റഡ് പാസ് ഇല്ല, ഒന്നും കൊടുത്തില്ല. അതൊക്കെ നിങ്ങൾ കൊടുത്തിട്ട് ഈ ഒരു കാർഡ് കളിപ്പിക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് കിട്ടും. കറന്റ് ഈ ഒരു കാർഡ് ഇങ്ങനെ കളിപ്പിക്കാൻ വലിയ സുഖമൊന്നും എനിക്ക് തോന്നുന്നില്ല. സോ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു ബോക്സ് കാർഡ് ഉണ്ടെങ്കിൽ അത് കളിപ്പിക്കാൻ വെറുതെ ഈ ഒരു കാർഡിലേക്ക് നോക്കേണ്ട ആവശ്യമേ ഇല്ല. അടുത്തത് നീക്കോ സ്ലോട്ടർബാക്ക്, ഒരു ബിൽഡപ്പ് കാർഡാണ്. ഓൾറെഡി നമുക്ക് പെനാൽറ്റി ഗെയിം വഴി വേറൊരു ഹൈലൈറ്റ് കാർഡ് ഈ ഒരു സെയിം പ്ലെയറിന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കാർഡ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിഫൻസീവ് ആട്രിബ്യൂട്ട്സ്, ഫിസിക്കൽ കോൺടാക്ട്, സ്പീഡ്, അതുപോലെ സ്റ്റാമിന, ഈ സ്റ്റാറ്റ്സിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. സോ ആ ഒരു കാർഡിനേക്കാൾ ഞാൻ ഈ ഒരു കാർഡായിരിക്കും പ്രിഫർ ചെയ്യുന്നുണ്ടാകുക. ആള് ചില സമയത്തൊക്കെ ഇത്തിരി സ്ലോ ആണ്, പക്ഷെ നല്ല രീതിക്ക് ഇടിച്ചു കുത്തി ബോൾ വാങ്ങിക്കാനൊക്കെ ഈ ഒരു കാർഡിന് സാധിക്കുന്നുണ്ട്. സോ ട്രൈ ചെയ്ത് നോക്കുക. അവസാനമായിട്ട് ഈ ഒരു പാക്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കിടക്കുന്ന ഡെക്ലൻ റൈസിന്റെ ബോക്സ് ടു ബോക്സ് കാർഡ്. ഈ ഒരു കാർഡ് വെച്ച് വേണം നമ്മൾ ഈ ഒരു പാക്ക് മൊത്തത്തിൽ അങ്ങ് വിലയിരുത്താൻ. കാരണം ഇതിനും കൈസഡോന്റെ കാർഡിന്റെ കേസ് പറഞ്ഞ പോലെ 1 ടച്ച് പാസോ ത്രൂ പാസോ ഒന്നും കൊടുത്തിട്ടില്ല. ലിറ്ററലി പറയുകയാണെങ്കിൽ ഒരു ബേസ് കാർഡ് എടുത്ത് പെയിന്റ് അടിച്ച് പാക്കിൽ ഇറക്കിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നേരത്തെ വന്ന ആഴ്സണൽ കാർഡിനും ഇതേ അവസ്ഥയായിരുന്നു. ഇതിനും ബെറ്റർ ആയിട്ട് നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡ് ഉള്ളപ്പോൾ എന്തിനാണ് നമ്മൾ ഈ കാർഡിലേക്ക് നോക്കുന്നത് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരവില്ല. സോ നിങ്ങളുടെ കയ്യിൽ പ്ലെയർ ഓഫ് ദി കാർഡ് ഓൾറെഡി ഉണ്ടെങ്കിൽ ഈ ഒരു കാർഡ് പാടെ അവോയ്ഡ് ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് ഒരു കാർഡ് കളിപ്പിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് തീർച്ചയായും സൈൻ ചെയ്യുക. അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഓവറോൾ ഈ ഒരു പാക്കിനെ കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഒരു MVP പാക്ക് എന്ന് പറയാൻ മാത്രമുള്ള ക്വാളിറ്റിയുള്ള ഒരു കാർഡ് പോലും ഈ ഒരു പാക്കിലില്ല. ആട്രിബ്യൂട്ട്സ് വൈസ് ആണെങ്കിലും സ്കിൽസ് വൈസ് ആണെങ്കിലും ഒരു ബെറ്റർ കാർഡ് കൊണാമിക്ക് ഇറക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫീല്. മാത്രമല്ല ഈ ഒരു പ്ലേയേഴ്സിൻ്റെ ഒക്കെ റിയൽ ലൈഫ് പെർഫോമൻസ് എന്താണെന്നുള്ള എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതിനേക്കാൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് ചിലപ്പോൾ ഉണ്ടാവാം. എന്തായാലും ഒരു ബിലോ ആവറേജ് പാക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നാലും ഈ ഒരു പാക്കിൽ ഞാൻ മെയിനായിട്ടും കൈസൈഡോനെ അതുപോലെ കരേറസിലായിരിക്കും സൈൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ നോമിനേറ്റിംഗ് കോൺട്രാക്ട് ഒന്ന് എക്സ്പയർ ആവാറായിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. അടുത്ത മാസം നല്ലൊരു പാക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ ഓൾറെഡി സൈൻ ചെയ്തവരാണെങ്കിൽ ആ പ്ലേയേഴ്സിന്റെ ഒപ്പീനിയൻ താഴെ കമന്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.